ഹായ്, വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് ടേൽസ്. സന ഹിയർ. നിങ്ങൾക്കറിയാമായിരിക്കും ഞാൻ എവിടെ പോയാലും ക്യാരി ചെയ്യുന്നൊരു സംഭവമാണ് ഈ എൻ്റെ സ്കെച്ച് ബുക്കും, അതേപോലെ തന്നെ ഈ ഒരു വാട്ടർ കളർ കേക്ക്സിൻ്റെ ക്യാമലിൻ്റെ ഒരു വാട്ടർ കളർ സെറ്റും, പിന്നെ 2 ബ്രഷ് പെൻസും. ഇതെനിക്ക് എവിടെ പോയാലും ആവശ്യമുണ്ടെങ്കിലും ആവശ്യമില്ലെങ്കിലൊക്കെ അത് കൊണ്ടുപോകണം. അപ്പോൾ ഇത് ബാഗിൽ വെക്കുമ്പോൾ പല ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് ഇതൊന്ന് സെറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബുക്ക് സ്ലീവ് ഉണ്ടാക്കിയാലോ എന്ന് ഞാൻ കുറേ ആയി ആലോചിക്കുന്നു. അപ്പോൾ എൻ്റെ ഒരു പഴയ ജീൻസ് എടുത്തിട്ടുണ്ട്. ആ ജീൻസിൻ്റെ മേൽഭാഗം വെച്ചിട്ട് ഇത്രയും സാധനങ്ങൾ കൊള്ളുന്ന രീതിയിൽ ഞാനൊന്ന് അളവെടുക്കുകയാണ്. സ്റ്റിച്ചിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാട്ടോ ഈ ഒരു ഭാഗത്ത് തന്നെ എടുക്കുന്നത്. ജീൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ വേറെ ഏത് തുണി എടുക്കാം. ഞാനത് മുറിച്ചെടുത്തിട്ടുണ്ട്. മുറിച്ചെടുക്കുമ്പോൾ നമുക്ക് ഏകദേശം ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഇതൊന്നും കൂടെ അലങ്കാരപ്പണിക്ക് വേണ്ടിയിട്ട് ഇതെനിക്ക് വഴിയിൽ നിന്ന് കിട്ടിയൊരു തോർത്താട്ടോ. തോർത്ത് പോലൊരു മെറ്റീരിയൽ, അതിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ വേറൊരു പൗച്ച് പോലെ ആക്കിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ നമ്മുടെ ജീൻസിൻ്റെ പോക്കറ്റും കൂടെ എടുത്തിട്ടുണ്ട്. ആ പോക്കറ്റും കൂടെ ഇങ്ങനെ ഒന്ന് വെക്കുകയെന്നുണ്ടെങ്കിൽ സംഭവം അടിപൊളിയാവും. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ആദ്യം നമുക്ക് ഇത് അടിമറിച്ചിട്ട് മുകളിലെ ഭാഗം സ്റ്റിച്ച് ചെയ്യണം, താഴത്തെ ഭാഗം സ്റ്റിച്ച് ചെയ്യണം, പിന്നെ നമ്മുടെ വൈറ്റ് വെച്ചിട്ടും സ്റ്റിച്ച് ചെയ്യണം. ഞാൻ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കിയപ്പോൾ ബുക്ക് സ്ലീവിന് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട്. ഒരു ബുക്ക് സ്ലീവിന് 300 രൂപ 400 രൂപയൊക്കെ വരുന്നുണ്ട്. നമുക്കിത് ഭയങ്കര വലിയ ടിപ്പ് ടോപ്പൊന്നും ആയില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ ഒരു സിഗ്നേച്ചറുള്ള നമ്മുടെ ഒരു ഐറ്റമായിട്ട് കൊണ്ടുപോകാമല്ലോ. അപ്പോൾ ആദ്യം തന്നെ ആ ഒരു വൈറ്റ് പോർഷൻ നമ്മുടെ ജീൻസിൻ്റെ ഒരു സൈഡ് മുറിച്ചിട്ട് ആ സൈഡിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾ സ്റ്റിച്ചിങ് അറിയുന്ന ആൾക്കാർ തന്നെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയം ചെയ്യാം. ഞാനിവിടെ ഉമ്മാൻ്റെ ഹെൽപ്പോടെ ആട്ടോ ചെയ്യുന്നത്. അതേപോലെ അപ്പുറത്തെ സൈഡും ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ചിങ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ടും വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഫാബ്രിക് ഗ്ലൂ വെച്ച് കഴിഞ്ഞാൽ അത് ഇത്രയും തന്നെ സ്ട്രോങ് ആയിട്ട് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പില്ല. എന്നിട്ട് താഴത്തെ ഭാഗം കൂടെ വെക്കുകയാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കറക്റ്റ് വൈറ്റ് ത്രെഡ് കൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആ നൂല് മാത്രം വേറെ കാണും. അപ്പോൾ നമ്മുടെ ബുക്ക് സ്ലീവ് ഏകദേശം സ്റ്റിച്ചിങ് പരിപാടികളൊക്കെ ഇങ്ങനെ ആക്കി കിട്ടിയിട്ടുണ്ട്. ആ പോക്കറ്റും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ ഒരു രസത്തിന് കുറച്ച് എംബ്രോയിഡറി പരിപാടിയും കൂടെ ചെയ്താലോ എന്ന്. ഇത് ഒരുവിധം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. കുറേ മുന്നേ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയൊരു ഡിസൈനാട്ടോ. ഞാൻ തന്നെ ഇവിടെ എംബ്രോയിഡറി ചെയ്തിട്ട് കുറേ കാലം ആയതുകൊണ്ട് എൻ്റെ എംബ്രോയിഡറി ഹൂപ്പ് ഒന്നും നോക്കിയിട്ട് കാണാനല്ല. അതുകൊണ്ട് കൈകൊണ്ട് മാനുവലായിട്ട് തന്നെ ചെയ്യണം. ജസ്റ്റ് ഒരു 5 or 7 വര വരച്ച് കൊടുക്കുക. ഒരു സ്റ്റാറിൻ്റെ വര പോലെ, പൂക്കൾ പോലെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഞാൻ ആദ്യം വരച്ചപ്പോൾ തന്നെ ഞാൻ 6 വരച്ചത്. എപ്പോഴും ഓഡ് നമ്പറിൻ്റെ അനുസരിച്ച് വരയ്ക്കുക. എന്നിട്ട് ആ വരയിൽ കൂടെ ത്രെഡ് എടുത്തിട്ട് ത്രെഡ് ഇങ്ങനെ കൊടുക്കുക. നമ്മൾ വരച്ച വരയ്ക്ക് ഔട്ട്ലൈൻ കൊടുക്കുന്ന പോലെ തന്നെ ത്രെഡ് കൊണ്ട് ഡിസൈൻ ചെയ്യുക. അങ്ങനെ ത്രെഡിൻ്റെ ഔട്ട്ലൈൻ കംപ്ലീറ്റ് ആയതിനു ശേഷം ബാക്കിലൊന്ന് നമ്മൾ സ്ഥിരം എംബ്രോയിഡറി ചെയ്യുന്ന നോട്ട് ഇട്ടിട്ട് കെട്ടിക്കൊടുത്തതിന് ശേഷം അതേ ത്രെഡ് നിങ്ങൾക്ക് വേണ്ട ഫ്ലവറിൻ്റെ കളർ ഏതാണോ ആ എംബ്രോയിഡറി ത്രെഡ് കുറച്ച് കട്ടിക്ക് തന്നെ എടുത്തിട്ട് ഒരറ്റം അതിൻ്റെ ഉള്ളിലും മറ്റേ അറ്റം ചെറുതായിട്ട് ഇട്ടിട്ട് വലിയ അറ്റത്തിൽ കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് അത് ഇതിൻ്റെ സെൻറ്ററിലൂടെ കയറ്റിയിട്ട് ഒന്നിടവിട്ട് നമ്മൾ ത്രെഡ് ചെയ്ത് വെച്ച ആ വരകളിലൂടെ അത് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. പറയുന്നതിനേക്കാൾ കൂടുതൽ കാണുമ്പോഴാണ് മനസ്സിലാവുക. അത് അതേപോലെ ഇട്ട് കൊടുക്കുക. അങ്ങനെ അത് ഫുള്ള് ഫില്ലാക്കി വരുമ്പോൾ നമുക്കൊരു ഫ്ലവറായിട്ട് കിട്ടും. അത് ഓരോന്നിൻ്റെ ഉള്ളിൽ കൂടെ ഇടുമ്പോൾ നമ്മൾ ആദ്യം ഇട്ടതൊന്ന് ടൈറ്റായിട്ട് കൈകൊണ്ട് പിടിക്കണം കേട്ടോ. അപ്പോഴാണ് അത് കുറച്ചും കൂടെ ഭംഗിയിൽ വരിക. ഇത് റോസ് ഫ്ലവർ ആയിട്ടൊക്കെ കിട്ടുക. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റിബൺ കൊണ്ടൊക്കെ ചെയ്യാം. റിബൺ കൊണ്ടൊക്കെ ചെയ്താൽ കുറച്ചും കൂടെ പണി എളുപ്പമായിരിക്കും സാറ്റിൻ്റെ ചെറിയ റിബൺ കൊണ്ട് ചെയ്ത് കഴിഞ്ഞാലും. പക്ഷേ കുറച്ചും കൂടെ വലിയ ഹോളുള്ള നീഡിൽ വേണ്ടി വരും. ഇപ്പോൾ ഏകദേശം ഒരു റോസ് ഫ്ലവറിൻ്റെ രൂപമൊക്കെ വരുന്നില്ലേ, ഇതിൽ കാണുന്ന പോലെ അതൊന്ന് ഫുള്ളാക്കി കൊടുക്കുക.
ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ പൂവ് ഉണ്ടാവും. അപ്പോൾ ഏകദേശം പൂവായിട്ട് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ ഇത്രയും കൂടെ റോസ് പൂ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെയിം കളർ കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ ഒരു മൂഡിനനുസരിച്ച് ഇത്രയും പൂക്കൾ ചെയ്തിട്ടുണ്ട്. ആദ്യം എനിക്ക് തോന്നി ഇതിന് സ്റ്റെമ്മും കൂടെ ചെയ്യാമെന്ന്, പിന്നെ എനിക്ക് തോന്നിയത് വേണ്ടാന്ന്. പിന്നെ എൻ്റെ പഴയ ഒരു ബാഗിൽ നിന്ന് നമുക്കിങ്ങനെ പ്രസ് ചെയ്യാൻ പറ്റുന്ന സംഭവമില്ലേ, അതെടുത്തിട്ടുണ്ട്. അതിനൊരു ലോക്ക് വേണമല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സിബ് കൊടുക്കാം. അതെങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം. ബട്ടൺ കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഗ്ലൂ ഗൺ വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എംബ്രോയിഡറിയിൽ തന്നെ പേരും റൈറ്റിങ്സ് ഒക്കെ അതിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ച് മാറ്റാം. എനിക്കിപ്പോൾ ഇത് ജസ്റ്റ് ബാഗിലൊന്ന് ക്യാരി ചെയ്യാൻ ഒരു ചെറിയ ബാഗ് അതിൻ്റെ ഉള്ളിൽ, അത്രയേ ഉള്ളൂ. നമ്മൾ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തതിൻ്റെ രസം ഒന്ന് വേറെ തന്നെ അല്ലേ. അപ്പോൾ ഞാനെൻ്റെ സ്കെച്ച് ബുക്കും വാട്ടർ കളർ കേക്കും ബ്രഷ് പെന്നും കാര്യങ്ങളൊക്കെ അതിലിട്ട് കൊടുത്തിട്ട് അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ നോട്ട്ബുക്ക് നമ്മുടെ ഈ വൈറ്റ് പോർഷൻ്റെ ഉള്ളിൽ കൊള്ളും കേട്ടോ. ചെറിയ ബുക്കും സ്റ്റിക്കി നോട്ട് പാഡും കാര്യങ്ങളൊക്കെ അവിടെ വെക്കാം. ഞാൻ സ്റ്റിക്കി നോട്ട് പാഡ് വെക്കാമെന്ന് കരുതിയിട്ടാണ് ചെറിയ പോക്കറ്റ് വെച്ചത്. പക്ഷേ എൻ്റെ കയ്യിലുള്ള സ്റ്റിക്കി അതിൽ കൊള്ളണില്ല. പെന്നും കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്യാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കെച്ച് ബുക്കായിട്ടല്ലാതെ നമ്മുടെ ഡയറിയും കാര്യങ്ങളൊക്കെ വെക്കാനുള്ളതായിട്ടും ഉപയോഗിക്കാം. കുറച്ചും കൂടെ ചെറിയ സ്റ്റിക്കി നോട്ട് പാഡ് ആണെങ്കിൽ അത് ആ പോക്കറ്റിൽ കൊള്ളും. ഇത് ജീൻസിൽ ചെയ്തപ്പോഴായിട്ട് എനിക്ക് കുറച്ചും കൂടെ ഒരു എലഗൻസ് കിട്ടിയത് ബാക്കിയുള്ളതിനേക്കാളും. അപ്പോൾ അത് ഞാൻ എൻ്റെ ടോട്ട് ബാഗിൽ വെച്ചു. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.